വടക്കാഞ്ചേരിയിൽ 50 ലക്ഷം രൂപ നൽകി മുസ്ലിം ലീഗ് സ്വതന്ത്രൻ ജാഫറിനെ വിലക്ക് വാങ്ങിയ CPMന്റെ ഈ ചെലവഴിച്ച പണം വന്ന വഴി ഏകദേശം പിടികിട്ടിയിരിക്കുകയാണ്. അത് കരുവന്നൂർ ബാങ്കിൽ നിന്നും CPM നേതാക്കൾ കൊള്ളയടിച്ച പണമാണ് എന്നുള്ള വാർത്തകളാണ് ചില വിശ്വസനീയ കേന്ദ്രങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ സ്ഥാനം ജനറൽ സീറ്റായിട്ട് പോലും നഫീസ എന്ന് പറയുന്ന വ്യക്തിയെ പ്രസിഡന്റാക്കാൻ വലിയൊരു ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ് പറയുന്നത്. അതായത് വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര എന്നീ 3 നിയമസഭാ മണ്ഡലങ്ങളുടെ ഒരു തലസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് നഷ്ടപ്പെട്ടാൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത് വലിയ തിരിച്ചടിയാകുമെന്നുറപ്പിച്ചാണ് CPM MLA-മാരും നേതാക്കളും ചേർന്ന് ഇത്രയും വലിയ പണം ഒഴുക്കിയത് എന്നാണ് പറയുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കോടിക്കണക്കിന് രൂപ, ഏകദേശം 300 കോടിയോളം രൂപ തട്ടിച്ചു എന്ന് പറയുന്ന ED ചോദ്യം ചെയ്ത AC മൊയ്തീനെ പോലെയുള്ള MLA-മാരാണ് ഈ 50 ലക്ഷം രൂപ കയ്യിൽ വെച്ച് കൊടുത്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. നമുക്കറിയാം, AC മൊയ്തീൻ കുന്നംകുളം MLA ആണ്, സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് വടക്കാഞ്ചേരി MLA, അതുപോലെ UR പ്രദീപാണ് ചേലക്കര MLA. അതുപോലെ തന്നെ ഈ 3 നിയോജക മണ്ഡലങ്ങളും തൃശ്ശൂർ ജില്ലയിലാണ് എങ്കിലും ഈ 3ഉം ആലത്തൂർ ലോകസഭാ മണ്ഡലത്തിൽ പെടുന്നതാണ്. സ്വാഭാവികമായും അവിടുത്തെ MP-യും നാട്ടുകാരനും എന്നുള്ള നിലയിൽ K രാധാകൃഷ്ണനും ഇതിന് പിന്നിലുണ്ടെന്നാണ് ബ്ലോക്ക് പഞ്ചായത്തിലെ UDF പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഷാനവാസ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം പോലും UDF സ്ഥാനാർത്ഥിയായിരുന്ന ഷാനവാസിനൊപ്പം ഈ ചതിയൻ ജാഫർ ഉണ്ടായിരുന്നു. കൂടെ നിന്ന് ഇങ്ങനൊരു ചതി ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് UDF നേതൃത്വം പറയുന്നത്. പക്ഷേ രാത്രിക്ക് രാത്രി കൊണ്ടുവന്ന് കരുവന്നൂരിലെ മോഷ്ടിച്ച ആ പണം ജാഫറിൻ്റെ അണ്ണാക്കിലേക്ക് വെച്ചു കൊടുത്തതോടെ സംഭവമാകെ മാറി. പിറ്റേ ദിവസം രാവിലെ വോട്ട് ചെയ്തു വരുമ്പോൾ ജാഫറിൻ്റെ സന്തോഷവും CPM മെമ്പർമാരോടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുമെല്ലാം അസാധാരണമായിരുന്നു എന്നതാണ് കണ്ടുനിന്നവരെല്ലാം പറഞ്ഞത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയായി ഷാനവാസിനെ നിർദ്ദേശിച്ചതുപോലും ഈ ജാഫറായിരുന്നു. വോട്ട് ചെയ്ത് ഇടത് സ്ഥാനാർത്ഥിക്ക് കൈകൊടുത്ത് ചിരിച്ചുകൊണ്ടു പോകുന്ന ജാഫറിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ഇത് കണ്ടാൽ തന്നെ പിന്നിൽ നടന്ന ചതി വളരെ വ്യക്തമായി മനസ്സിലാക്കാം. അത് കഴിഞ്ഞ് സ്ഥാനം തന്നെ രാജിവെച്ച് മുങ്ങിയിരിക്കുകയാണ് ജാഫർ. നാട്ടിലില്ലാത്ത തരത്തിൽ CPM അയാളെ കടത്തിയിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. ഇത് 50 ലക്ഷമോ 50 രൂപയോ എന്നുള്ള പ്രശ്നമല്ല, മറിച്ച് ഉത്തരേന്ത്യയിലും ഇവിടെ ഗോവയിലും കർണാടകയിലുമെല്ലാം BJP നടത്തിവരുന്ന കുതിരക്കച്ചവടം അതേ തരത്തിൽ നടത്തിയിരിക്കുകയാണ് വടക്കാഞ്ചേരിയിൽ, കേരളത്തിൻ്റെ മണ്ണിൽ. ചെറിയ സംഭവമല്ല ഇത്. ജനാധിപത്യത്തെ തകർത്തിരിക്കുകയാണ്. MLA-യുടെ നേതൃത്വത്തിലാണെന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഒരു വെറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർക്ക് 50 ലക്ഷം രൂപ നൽകി എന്ന് തെളിവുകൾ ലഭിച്ച സ്ഥിതിക്ക് വാങ്ങിയവരെയും കൊടുത്തവരെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളതിൽ സംശയമില്ല. അവിടെയാണ് AC മൊയ്തീനെ പോലെയുള്ള മുൻ മന്ത്രിമാരെ വമ്പൻ കൊള്ള വീരൻ എന്ന് ED വരെ പറയുന്ന ഒരാളുടെ ഇടപെടൽ ചർച്ചയായി വന്നിരിക്കുന്നത്. കോഴ നടന്നു എന്നുറപ്പായ സ്ഥിതിക്ക് ജനാധിപത്യ വിരുദ്ധർക്കെതിരെ കേസെടുത്ത് ജയിലിലടക്കുകയും ഒപ്പം ഇങ്ങനെ ഒരു കോഴ നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ടത് CPMന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയും ചെയ്യുന്നു. എന്നിരിക്കെ നടന്നു എന്നുറപ്പ് വരുന്ന സാഹചര്യത്തിൽ ഇതിന് കൂട്ടുനിന്ന വമ്പൻ സ്രാവുകളെ പാർട്ടിയിൽ നടപടിയെടുക്കണം. അത് തെളിയിക്കാനായില്ല എങ്കിൽ ഒരു ദിവസം പോലും ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കാൻ LDF പ്രതിനിധിക്ക് അർഹതയില്ല എന്നാണ് അർത്ഥം. കാരണം ഇവിടെ ജനാധിപത്യത്തെയാണ് കൊല ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുമ്പില്ലാത്ത വിധത്തിൽ UDF വലിയ മുന്നേറ്റം നടത്തി 95-ന് ശേഷം 7 സീറ്റ് ലഭിക്കുകയും 7 സീറ്റ് LDF ലഭിക്കുകയും സമനിലയായി വളരെ വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു ചെന്നത്. അന്ന് ഈ സ്വതന്ത്ര അംഗം, ഈ 50 ലക്ഷം മേടിച്ച് കൂറുമാറിയ സ്വതന്ത്ര അംഗം വോട്ട് ചെയ്തിരുന്നെങ്കിൽ സമനിലയാവുകയും 7-7 എന്നുള്ള കണക്കെത്തുകയും നറുക്കിലേക്ക് കടക്കുകയും ചെയ്യേണ്ട ഒരു ജനാധിപത്യ മര്യാദയെ, ജനാധിപത്യ സംവിധാനത്തെ വലിയ തുക ഉപയോഗിച്ചുകൊണ്ട്, കോഴ കൊടുത്തുകൊണ്ട് അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇതിൻ്റെ പിന്നിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയ കണ്ണികളൊന്നുമല്ല. ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട്
CPMൻ്റെ 3 MLA-മാരും ഒരു MP അടക്കമുള്ള വലിയ ഒരു സംഘം ഇതിന് സൂപ്പർവിഷൻ നടത്തിയിട്ടാണ് KV നഫീസ എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ വളരെ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയെ ആ പ്രസിഡന്റ് സ്ഥാനത്ത് നിലനിർത്തുവാൻ വേണ്ടി നടത്തിയ ഉത്തരേന്ത്യൻ മോഡലുള്ള ഒരു വലിയ എന്താ പറയുക 50 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ആ സ്ഥാനം നിലനിർത്തിയിട്ടുള്ളത്. ഇപ്പോൾ അദ്ദേഹം അത് മേടിക്കുകയും വോട്ട് ചെയ്യുകയും പിറ്റേ ദിവസം വന്ന് രാജി സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന വലിയ ഗൂഢാലോചനയും ഈ പണം എവിടുന്നാണ് അദ്ദേഹം തന്നെ തുറന്ന് സമ്മതിക്കുകയാണ്. എനിക്ക് 50 ലക്ഷം രൂപ ഓഫറുണ്ട്, അല്ലെങ്കിൽ എനിക്ക് പ്രസിഡന്റ് സ്ഥാനം തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂറുമാറുന്നു, അല്ലെങ്കിൽ നിങ്ങളെയൊക്കെ ചതിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തുറന്ന് സമ്മതിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പണം ആരാണ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ ചുമതലപ്പെടുത്തിയത്, ആരാണ് ഇതിൻ്റെ ഇടനിലക്കാരൻ, എങ്ങനെയാണ് ഏത് വഴിക്കാണ് ഈ പണം കൊണ്ടുവന്നെന്നുള്ള കാര്യവും ആരാണിത് കൊടുത്തു എന്നുള്ളതും തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. ഇന്ന് അദ്ദേഹം സ്ഥലത്തില്ല, ഇന്നല്ല, ഇത് കഴിഞ്ഞത് മുതൽ അദ്ദേഹം ഈ നാട്ടിലോ അദ്ദേഹത്തിൻ്റെ വീട്ടിലോ ഇല്ല. CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ ഒരു വോയിസ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട്. അദ്ദേഹം ഒളിവിലാണോ അതോ CPMൻ്റെ ഏതെങ്കിലും കേന്ദ്രങ്ങളിലാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഈ പണം കൊടുക്കുന്നതിന് ആരാണ് ഇതിന് ഇത്രയും 50 ലക്ഷം രൂപയും കൊടുത്ത് ഒരു ബ്ലോക്ക് പിടിക്കേണ്ട ആവശ്യം എന്താണ്? അല്ല, ഞങ്ങളൊക്കെ അതാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊരു ബ്ലോക്ക് പഞ്ചായത്തൊക്കെ പിടിക്കുക എത്ര വലിയ സംവിധാനങ്ങൾ ഒരുക്കും ഞങ്ങളങ്ങനെ കരുതിയിട്ടുണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് CPMനെ പോലുള്ള ഒരു പാർട്ടി. പക്ഷേ ഈ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു വൈസ്രോയ് ബംഗ്ലാവ് പോലെ ഇത് കേന്ദ്രീകരിച്ചുകൊണ്ട് 2-3 മണ്ഡലങ്ങൾ, വടക്കാഞ്ചേരി, കുന്നംകുളം, ചേലക്കര മണ്ഡലങ്ങളിൽ ഇവരുടെ പാർട്ടി സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ കേന്ദ്രം വെച്ചിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രാധാന്യം ഞങ്ങളെക്കാൾ കൂടുതൽ മനസ്സിലാക്കിയത് ഇത്രയും പണം കൊടുത്ത് ഇത് വാങ്ങിയാലും അതിനകത്ത് അത് പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് നഫീസാനെ ഏൽപ്പിക്കണം എന്നുള്ള ഈ കരുവന്നൂർ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED അന്വേഷിക്കുന്ന വളരെ പ്രധാനപ്പെട്ട MP-യും അതുപോലെ തന്നെ 3 MLA-മാരുമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. അത് ED അന്വേഷിക്കുന്ന ആളുകളാണ്. ED അന്വേഷിക്കുന്ന അല്ല, സംശയമുണ്ട്. കാരണം ജാഫർ CPM കസ്റ്റഡിയിൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തെ അന്ന് കൊണ്ടുപോയതാണ്. അന്ന് അദ്ദേഹം രാജിവെച്ച് അങ്ങ് മാഞ്ഞു പോകുന്ന പോലെയാണ് പോയതാണ്. പിന്നെ അദ്ദേഹത്തിന് വീട്ടിലില്ല, അദ്ദേഹത്തിന് ഭാര്യ